ഈശ്വര. അമ്മാവാ, ഞാൻ പോയിട്ട് വരട്ടെ. ശകുന്തളെ, ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചേച്ചി, എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ. രാത്രി യാത്രയില്ല. ഒന്നും തെറ്റിപ്പോവല്ലേ? അറിയാലോ, ശാന്ത സുന്ദരമായ അയ്യോ, തെറ്റിക്കല്ലേ, എന്നെ തെറ്റിക്കല്ലേ. ഞാൻ എല്ലാം കാണാപ്പാടം പഠിച്ച് ബൈഹാർട്ടാക്കി വെച്ചിരിക്കുക. ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും കേട്ടാ ഫുൾ കുഴയും. ഞാൻ പോട്ടെ അമ്മാവാ, ഇനി എന്തെങ്കിലും കാണാം. ഞാൻ പോവാണേ. ശകുന്തളെ ചേച്ചി, പോവാണേ. കരയരുത്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാ മതി. എന്റെ പ്രസംഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. ശരിയെന്നാ. എന്താ അമ്മാവ, എന്താ ആശുപത്രിയിലോ? എന്താ കാര്യം? കൂവി തൊണ്ട പൊട്ടി ആശുപത്രിയിലായി. നരേന്ദ്രനൊന്ന് വരണം ഒരു സഹായത്തിന്. അമ്മാവൻ കാര്യം പറ. ഒരു പ്രസംഗം കാണാതെ പഠിച്ചു, പക്ഷേ സ്റ്റേജിൽ കയറിയപ്പം കാണാപ്പാടം പഠിച്ചതെല്ലാം മറന്നുപോയി. ശാദ്വല ഭൂമി, അതാണ് പൊഴിച്ചു കളഞ്ഞത്. ശാർദല ഭൂമിയോ? ആ, പ്രസംഗത്തിനിടയിൽ ഒരു വാക്കാ ശാദ്വലം. ഇന്നലെ പ്രസംഗിച്ചപ്പം ശാദ്വലം ഛർദിലായിപ്പോയി. ഈ ഛർദിൽ ഭൂമി എന്ന് സതി പ്രസംഗിച്ചു. ജനം കൂടി, സതി തിരിച്ചു കൂടി. പിന്നെ ജനവും സതിമോളും തമ്മിൽ മത്സരിച്ചു കൂവലായി. മത്സരത്തിൽ പക്ഷേ സതിമോൾ ജയിച്ച് ജനത്തെ കൂവി തോപ്പിച്ച്. പക്ഷേ കൂവലിന്റെ അവസാനം തൊണ്ട പൊട്ടിപ്പോയി. ആശുപത്രി കാശുവാക്കി അഡ്മിറ്റ് ആക്കിയിരിക്കുക. നരേന്ദ്രൻ കൂടി ഒന്ന് വരണം. എവനിത് എവിടെ പോയി കിടക്കുന്നത്? അത്യാവശ്യത്തിന് നോക്കിയാൽ ഒരുത്തനെ കാണത്തില്ല. ഇന്നിങ്ങി വരട്ടെ. ഞാൻ ഇന്ന് ഇരിക്കുന്ന ഇരിപ്പ്. അമ്മച്ചി, നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു? എടാ കഷണ്ടി, നോക്ക്, നിനക്കൊക്കെ ഉച്ചക്ക് ചോറുണ്ണാൻ വേണ്ടിട്ട് മീൻ വാങ്ങിക്കാൻ പോയത്. അത് ശരി, ഇങ്ങോട്ട് നോക്കണം. ഇതുണ്ടല്ലോ, ഇത് ഔദ്യോഗിക കാറാണ്. ഔദ്യോഗിക കാർ. ഒരു സംഘടന അതിന്റെ പ്രസിഡന്റിന് കൊടുത്ത ഔദ്യോഗിക കാർ. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ കാർ ഉപയോഗിക്കാവൂ. അല്ല പ്രസിഡന്റ് വീട്ടിലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ ഈ കാർ. ഇങ്ങോട്ട് മാറണം. അല്ല, നീ ഇതെവിടെ പോണത്? ഇന്നലെ ശകുന്തളയുടെ അപ്പച്ചിന്റെ മോള് പ്രസവിച്ച്. ആൺകുട്ടിയാ. അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോയിരിക്കുക. ഞാനിവിടെ പോയിന്ന് കണ്ടേച്ചു വരാം കേട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഡേ, വണ്ടി ഇടറേ, നല്ല സ്പീഡിൽ പോണേ. പോയിട്ട് വരട്ടാ. ഔദ്യോഗിക കാറ് ദുരുപയോഗപ്പെടുത്തരുതെന്ന്. നാരായണ ഭഗവാനെ, ഞാൻ എന്തെല്ലാം കാണണം. എന്റെ മനസ്സിൽ ദേഷ്യം കിടന്ന് തെവട്ടുകയാണ്. അതൊരു നാടൻ പ്രയോഗമാണ്, തെവട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തിയാലും അത് പതഞ്ഞു പൊങ്ങി ഇങ്ങി വരും. സത്യം പറഞ്ഞാൽ ശാരദേ, നമ്മളിങ്ങനെ നോക്കിക്കുമ്പോ ആ ഓടിക്ക് അമ്മാവനും കാറിൽ കയറി പോകുന്ന കാണുമ്പോ എന്റെ നെഞ്ചടിഞ്ഞു പോവുകയാണ്. വിധിന്നല്ലാതെ എന്ത് പറയാനാ സുഗുണേട്ടാ? നമുക്ക് മാത്രമല്ല, അവർക്കും വിധിയുടെ അടി കിട്ടണം. എന്ന് വെച്ചാ ഞാനൊരു കൊടും ക്രൂരനാവാൻ പോവുകയാണ്. കൊടും ക്രൂരൻ. അയ്യോ, ഞാൻ ഉണ്ടല്ലോ, ആ കാറിന്റെ ആക്സിലേറ്റർ പൊട്ടിച്ചു വെക്കാൻ പോവുകയാണ്. പിന്നെ കാർ സ്റ്റാർട്ട് ആവില്ല. നന്നാക്കി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ വീണ്ടും പൊട്ടിക്കും. അങ്ങനെയെങ്കിലും എന്റെ മനസ്സിനൊരു കുളിർമ കിട്ടട്ടെ. അത് കുഴപ്പമാവില്ല സുഗുണേട്ടാ? അതെ, കുഴപ്പമാവണം. കുഴപ്പമാവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. കുഴപ്പമാവും. പിന്നെ എന്തൊക്കെയുണ്ട് മണിക്കൂട്ടാ വിശേഷം? നമുക്കൊക്കെ എന്ത് വിശേഷം സാറേ, അങ്ങനെയൊക്കെ അങ്ങ് പോണു. നീ ഇങ്ങനെ ഒരേ നിലയിൽ നിൽക്കരുത്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരും. ഓ, ബാക്കി എല്ലാ അസുഖവും ഉണ്ട്, കൊളസ്ട്രോൾ മാത്രമായിട്ട് വരാതിരിക്കാൻ തന്നെ. വരട്ടെ സാറേ, അതും കൂടെ അങ്ങ് വരട്ടെ. എടാ, ഇങ്ങനെ നീ നിരാശനാവരുത്. അതിരിക്കട്ടെ, പ്രസിഡന്റും ബാച്ച് ഒന്നും വീട്ടിലില്ലല്ലേ? ഇല്ല സാറേ. ഔദ്യോഗിക വീടെടുത്തിട്ട് കറക്കാൻ തന്നെ. ഒരു കാര്യം ചെയ്യ്, നീയും പോയെന്ന് കറങ്ങിട്ടൊക്കെ വാ. അയ്യോ, അത് വേണ്ട. എപ്പോഴും ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്യൂട്ടി. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്,
നമ്മൾ ഈ ജോലി ചെയ്യുന്ന എന്തിനാണ്? നമ്മള് ജോലി ചെയ്യുന്നേ, അതിന് സാറ് ജോലി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അല്ല, എടാ, അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണ. ഞാനും ജോലി ചെയ്യൂടെ. എപ്പോ? ഭയങ്കര കഠിനാധ്വാനങ്ങളൊക്കെ ഞാൻ നിർത്തിക്കളയും. പക്ഷെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ടുള്ള ജോലി അത് സുഗുണനെ ആരും കാണാതെയാണ് സുഗുണൻ ജോലി ചെയ്യുന്നത്. ഇപ്പോ എന്തെങ്കിലും ഭാരം ചുമക്കണമെന്നിരിക്കട്ടെ, ഞാൻ പതുക്കെ റോഡിലും പറമ്പിലും ഒക്കെ ഇങ്ങനെ ചുറ്റും നോക്കുന്നു. ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോന്നേ? ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പതുക്കെ ജോലിയൊന്നും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ നിൽക്കും. ആരും ഇല്ലെന്ന് കണ്ടാ പിന്നെ അധ്വാനിക്കലോടെ അധ്വാനിക്കല്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാ ഞാൻ അധ്വാനിക്കണ ആരും കണ്ടിട്ടില്ല. എനിക്കാണെങ്കിൽ ഷോ കാണിക്കുന്നോട്ട് ആഗ്രഹവും. അയ്യോ, അതൊക്കെ പോട്ടെ, അതൊന്നും ഇപ്പൊ ഇവിടെ പ്രസക്തമല്ല. ഇവിടെ ഇപ്പൊ നിന്റെ വിശ്രമം. നീ തണ്ട അവിടെ ആ ചായക്കടയിൽ ചെന്ന് ഒരു ചായ കുടിച്ചിട്ടോ, അതാ കാശ്. അയ്യോ, അതൊന്നും വേണ്ട, ഞാനിപ്പോ ചായ കുടിച്ചോളൂ സാറേ. പിന്നെ ഒന്നുകൂടെ കുടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഉരുകിപ്പോവും. നീ അങ്ങോട്ട് ചെല്ലടേ, ചായ കുടി. വേണ്ട സാറേ. ദാണ്ടേ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ശാസനയോടെ പറയുകയാണ്, പോ ചെന്ന് ചായ കുടിക്ക്, ചെല്ലേ പോ. സത്യം പറഞ്ഞ മനുഷ്യത്വമുള്ള ഒരാളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതുവരെ എന്നെ ഒരു കാവൽക്കാരനല്ല, കാവൽ നായെ പോലെ എല്ലാവരും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഒരാള് എന്നെ മനുഷ്യനായിട്ട് ആദ്യമായിട്ട് അംഗീകരിക്കുക. ഈ സന്തോഷത്തിന് ഞാൻ സാറിനൊരു ചായ വാങ്ങിച്ചു തരും. ഒറ്റയ്ക്ക് പോയുള്ള ചായ കുടി, അതാണ് അന്തസ്. ഇപ്പൊ നമ്മൾ കടയിലോട്ട് നടന്നു നിന്നിട്ട് ഒരു സ്ട്രോങ് ചായ എന്ന് ഉറച്ച് ഓർഡർ ചെയ്യുന്നതിന്റെ സുഖം രണ്ടുപേര് പോയാൽ കിട്ടൂലടാ. നീ ഒറ്റയ്ക്ക് പോടേ, ചെല്ലാം അങ്ങോട്ട് പോ. അല്ലേ, അതെ, സാറിനൊരു ചായ ഞാൻ മേടിച്ച് തന്നേ ഇപ്പൊ അടങ്ങുന്നു. സാറിനല്ലേ, ഞാൻ ഒരു ചായ കുടിച്ച് നീ പോടേ അങ്ങോട്ട്, ഒരു ചായ കുടിക്കാൻ ചെല്ല്, പോ. ചെല്ല്. വാ 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 വാ. ദാണ്ടെ, നീ ഇതോ അവിടെ ചെന്ന് റോഡിലോട്ട് ചുറ്റും നോക്കണം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചുമച്ചാ മതി കേട്ടാ. ആക്സിലേറ്റർ ഓടിച്ചു തരാം, ആക്സിലേറ്റർ ഇല്ലാതെ ക്ലച്ചും ബ്രേക്കും മാത്രം വെച്ച് എങ്ങനെ നീ റോഡ്. ആരുമില്ല, ചുമ വന്നു. ചുമയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചുമ വന്നു. ശരിയാക്കാം. ആ പൊയ്ക്കോ പൊയ്ക്കോ. ആ ചെല്ല്. ക്ലച്ചും ബ്രേക്കും മാത്രം വെച്ച് റോഡ് കൊണ്ടുപോകാൻ. വരുന്നു. സുഗുണേട്ടാ, സക്സസ്. ഇങ്ങോട്ട്. എവിടെയാണ് സാറും കുട്ടികളും കൂടെ പോയിട്ട് വന്നത്? എടാ നോക്ക്, ഞങ്ങളെ ആദർശ സുഹൃത്തുക്കളാ, ആദർശ സുഹൃത്തുക്കൾ. ഇനി ഈ വക വർത്താനം പറഞ്ഞോണ്ടല്ലോ എന്റെ കയ്യിനെ കടന്നില് റാഞ്ചി പോലെയല്ലേ രണ്ടും കൂടെ റാഞ്ചി കളഞ്ഞു. ഏതായാലും വിചാരിച്ച കാര്യം നടന്നു. ഇനി ഈ കാർ ഇവിടെ നിളവൂല. അസൂയ. ഓരോരുത്തരന്മാർക്ക് നമ്മൾ കൂട്ടുകൂടി നടക്കുന്നത് കാണുമ്പോൾ അസൂയ. കുട്ടികളെ, അപവാദ ശരങ്ങൾ കേട്ട് നിങ്ങൾ വാടിപ്പോകരുത്. നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധത നമുക്കേ അറിയത്തുള്ളൂ. അമ്മാവന് ലരേച്ചൻ പോലെ ഒരു കൂട്ടുകാരെ കിട്ടിയത് അതെന്റെ ഒരു മഹാഭാഗ്യം. അല്ല സൗഭാഗ്യം ചേച്ചി, എനിക്കാ പ്രായക്കുറവ്. ഞാനാ അങ്ങോട്ട് ചേച്ചിയെന്ന് വിളിക്കേണ്ടത്. പോലെ ചേച്ചി തമാശ പറയാതെ. അല്ല ചേച്ചി, അല്ല, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. എന്റെ ലരേച്ചി ഞാൻ കാര്യം പറയുന്നത്. അല്ല, അമ്മാവൻ തന്നെ പറയട്ടെ, ഞങ്ങൾ ആരെ കണ്ടാലാ ചേച്ചിയാന്ന് തോന്നുന്നു. അമ്മാവൻ തന്നെ പറ. ഒറ്റ നോട്ടത്തിൽ ലതാകുമാരിയാണ് കുട്ടി എന്ന് തോന്നുന്നെങ്കിലും നിഷ്പക്ഷമായി ചിന്തിച്ചാൽ സൗഭാഗ്യവതിയാണ് കുട്ടി എന്ന് പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിക്കുന്നതിൽ കഴമ്പില്ലെന്നാരെങ്കിലും പറഞ്ഞാൽ ലതാകുമാരി കുട്ടിയാണെന്നുള്ള വാദത്തിന് ഉപോത്ഫലകമായി നമുക്കുൾബുദ്ധമായ ഒരു സംസ്കാര ധാരയുടെ പ്രസന്നവും പ്രപഞ്ചികവുമായ വർണ്ണമേഘ രാജയുടെ വിന്യാസമാണ് ഈ ചോദ്യം കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. ക്ലിയർ ആയല്ലോ? രണ്ടുപേർക്കും ഇപ്പൊ ക്ലിയർ ആയല്ലോ? സംശയം തീർന്നല്ലോ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. അതാണ് ഞാനും പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ ആരാ ചേച്ചിന്ന്. അവസാനത്തെ വാക്കുണ്ടല്ലോ, പഞ്ചിതം. ആ
പ്രപഞ്ചിതം പ്രപഞ്ചിതം അത് തന്നെ അത് തന്നെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടില്ലേ, ഞാൻ കാറെടുത്തോണ്ട് വെളിയിൽ പോന്ന് കറങ്ങിട്ട് വരാം. എന്നാൽ അവസാനത്തെ വാചകം പ്രപഞ്ചിതം അത് കേട്ടപ്പോഴേ എന്റെ ഉള്ളിൽ തണുത്തു. അമ്മാവാ ആ ഉത്ഭുതം അതെന്നെ കുറിച്ചല്ലേ, അതൊന്ന് ക്ലിയർ ആക്കിട്ടു. ഈ ഉത്ഭുതം എന്ന് പറയുന്നത് വർണ്ണാഭമായ ഒരു പരിക്രമ പ്രാദേശികമായ മനുഷ്യന്റെ ഒരു ഇത് അത് മതി, എനിക്ക് അത്രയും മതി അമ്മാവാ. പ്രപഞ്ചിതം അത് കേട്ടപ്പോഴേ എന്റെ മനസ്സങ്ങ് നിറഞ്ഞു. എന്നാ പിന്നെ ഞാൻ കാലത്തൊന്ന് ഇറങ്ങിട്ട് വരാം. അല്ല പിന്നെ അമ്മാവന്റെ ഒരു കാര്യം ചേച്ചി ഈ പ്രപഞ്ചിതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അറിയില്ല ചേച്ചി. പിന്നെ ചേച്ചി ഈ ഉത്ഭുതം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് അടുക്കളയിലിട്ടു പോവാം. ചേടാ, ഈ ഡ്രൈവർ ഇത് എവിടെ പോയി കിടക്കുന്നത്? ഇവിടെ നിന്ന് വണ്ടി അനങ്ങൂല, ആക്സിലേറ്റർ ഞാൻ പൊട്ടിച്ചില്ലേ. എടാ പോയി നോക്ക്, നീ പ്രസിഡന്റിന്റെ ഡ്രൈവറാ, വിളിച്ചാ വിളിപ്പുറത്ത് കാണണം. ആ വണ്ടി കയറി. ശാരദ വാ വാ വാ, താഴെ പോയി നോക്കാം. നിനക്കും ആവും എന്റെ ഡോറൊക്കെ ഒന്ന് അടയ്ക്കാൻ. കോട്ടെ അമ്മാ ഒരു വഴിക്ക് പോകുമ്പോ പറയാതെ വിളിക്കാടാ. എന്താടാ അമ്മാവാ, ഞങ്ങൾ കൂടെ വരട്ടാ ഒന്ന് കറങ്ങാൻ. നീയൊക്കെ എന്നെ കളിയാക്കിയെങ്കിലും ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാ. വാ വാ വാ, നമുക്കൊന്ന് കറങ്ങാം. പോകുന്നില്ല. ഓ കേറണേ നമ്മൾ. ഞാനും വരട്ടെ അമ്മാവ. ശാരദേ മോളും കയറി. അനിയ അധികം സ്പീഡിൽ വിടരുതേ. എന്താടേ ശബ്ദം മാത്രമേ ഉള്ളല്ലേ, കാർ അനങ്ങുന്നില്ലല്ലോ. ആക്സിലേറ്റർ പൊട്ടിയാ? കാറിന്റെ കാര്യല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റാർട്ടായ? അങ്ങനെ ഓടുന്നു. എന്താണ് പൊട്ടിച്ചത്? ബ്രേക്ക് ഔട്ട്. ഇതാണ് പറയുന്നത്, അവനവൻ കുഴിച്ച കുടിയിൽ അവനവൻ ചാടുവെന്ന്. കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് വാരിയപ്പോ സമാധാനമായല്ലോ. ചിലരുടെയൊക്കെ സമാധാനക്കേടെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സുഗുണന്റെ ശാരദയുടെ കൈയും കാലും ഒടിഞ്ഞതിന് പകരമായിട്ടേ ചിലരുടെയൊക്കെ കസേരയായിരിക്കും ഇളകാനും ഒടിയാനും ഒക്കെ പോകുന്നേ. ദേ ലീലാവതിയും കുഞ്ഞുഞ്ഞമ്മയും തോറ്റു പിന്മാറുമെന്ന് ആരും വിചാരിക്കണ്ട. ആരും ആര് തോറ്റാലും ജയിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. കാരണമേ ഞാനിപ്പോ ഒറ്റപ്പെട്ടവനല്ല. നട്ടെരിയണ വെയില് തന്നെ അല്ലേടാ മണിക്കുട്ടാ. ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ മഴയും വെയിലും നോക്കാൻ പറ്റില്ലല്ലോ ചേച്ചി. ഒരു കൂടാരം പോലൊരു മറ കിട്ടിയിരുന്നെങ്കിൽ ആശ്വാസമായേനെ. ഓ വാച്ചർക്ക് നിക്കാൻ ഒരു ഷെഡ് പോലെ വേണം അല്ലേ? ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം, നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. അയ്യോ എന്തൊരു തേജസ്വിനി! ഓ എന്റെ ഈശ്വര, നടക്കണേ. ആരുടെ രാത്രി വിസിലടിക്കുന്നത്? അയ്യോ പേടിക്കണ്ട, ഞങ്ങളാണെന്ന്. നമ്മൾ ജാഗരൂകരാണ്, സുഖമായിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാലും തെറിവിളി. ജനം നന്നാവില്ല. ആരാ അത്? ഞങ്ങളാ. അതെ നിന്നെ എവിടെ പോണു? എന്തോ ഈ സമയത്ത് എവിടെ പോണു എന്നാ ചോദിച്ചത്. അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? ഇയാൾ കളഞ്ഞ വിടരുത്. നിങ്ങളാരെന്ന് പറ, അല്ലെങ്കിൽ രണ്ടു പാവത്താവും. ആദ്യം നിങ്ങൾ ആരാണെന്ന് പറ. ഞാൻ ഈ സ്റ്റേഷനിലെ പുതിയ എസ് ഐ. അയ്യോ വരുന്നു കേട്ടോ, വരുന്നു.